കേരളത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവുമധികം ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റിയുള്ള താരങ്ങളിൽ ഒരാളാണ് നിവിൻ പോളി. മുൻപ് പലവട്ടം അദ്ദേഹം ഇത് സാധിച്ചിട്ടുമുണ്ട്. മികച്ച എന്റർടൈനർ ചിത്രങ്ങളുടെ ആയിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിവിന് അത് സാധിച്ചിരുന്നില്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങൾ പലതും നിരൂപ പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം നേരിടുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ കുറവ് നികത്തുന്ന ഒരു ചിത്രം എത്തിയിരിക്കുകയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവ്വമ്മായിയാണ് ആ ചിത്രം. ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രം ഇപ്പോഴത്തെ ആദ്യ വാരാന്ത്യ കളക്ഷൻ അമ്പരിപ്പിക്കുകയാണ്. ക്രിസ്മസ് ദിനമായ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നിന്നായി കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 12.65 കോടിയായിരുന്നു. ആദ്യ 3 ദിവസങ്ങളേക്കാൾ കളക്ഷൻ കൂടി കൂടുതലാണ് ഞായറാഴ്ച നേടിയത്. ട്രാക്കർമാരുടെ ആദ്യ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് 5.72 കോടിയായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ ആകെ നേടിയത് 18.37 കോടി. ഇന്ത്യയിൽ നിന്ന് ഞായറാഴ്ച മാത്രം ചിത്രം നേടിയത് 6.60 കോടിയാണെന്നും പറയുന്നു. ഒരു നിവിൻ പോളി ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ഗ്രോസ് കളക്ഷനാണിത്. ഈ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിൽ ഒരു പ്രധാന ലിസ്റ്റിൽ വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് നിവിൻ പോളി. ഈ വർഷം കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് നേടിയ മലയാള സിനിമ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് സർവ്വമായ. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാത്രമാണ് 3-ാം സ്ഥാനത്തേക്ക് ചിത്രത്തിന്റെ നില. എമ്പുരാൻ 42.56 കോടിയും തുടരും 20.30 കോടിയും ആയിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ നേടിയത്. 15.50 കോടി നേടിയ കളങ്കാവലിനെ പിന്നിലാക്കിയാണ് സർവ്വമായ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തെത്തിയത്. 15.38 കോടി നേടിയ DA0 5-ാം സ്ഥാനത്തും 11.84 കോടി ആലപ്പുഴ ജിംഖാന 6-ാം സ്ഥാനത്തും പട്ടികയിലാണ്. ഹൃദയപൂർവ്വം 11.30 കോടിയും രേഖാചിത്രം 11.69 കോടിയും 7, 8 സ്ഥാനങ്ങളിൽ.